ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഇൻ്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 5 ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അതിലെ നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്, അതായത് ആർബിട്രേജ് പ്രോസസ്സ്. ഈ ആർബിട്രേജ് പ്രോസസ്സ് എന്താണെന്നും അതിൻ്റെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നമുക്ക് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് എന്താണ് ആർബിട്രേജ് പ്രോസസ്സ്, അതുപോലെ തന്നെ എന്തിനാണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാർ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. അപ്പോൾ നമ്മളിത് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആർബിട്രേജ് പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആർബിട്രേജ് പ്രോസസ്സ് നമ്മളൊരു എക്സാമ്പിളിലൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതായത് പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങൾ BSc NSc എന്താണെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പം BSc NSc എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. 2 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ എന്താണ്, ഡിമാറ്റൈസ്ഡാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഫോണിലൂടെ ഒക്കെ ആക്സസ് ചെയ്തിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. എന്നിട്ട് അത് എത്രയാണ് അതിൻ്റെ വാല്യൂ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെല് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഷെയർ തന്നെ, ഇപ്പോൾ റിലയൻസിൻ്റെ ഷെയർ തന്നെ BScയിലും NScയിലും രണ്ടിലും ലിസ്റ്റഡ് ആയിരിക്കും. ലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഒരു മാർക്കറ്റ് പോലെയാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറേ ഷെയർ ഉണ്ടാവും, കുറേ പ്രൊഡക്ട്സ് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഒരു 2 സൂപ്പർ മാർക്കറ്റാണ് എന്ത്, NScയും BSc എന്ന് പറയുന്നത്. ആ 2 സൂപ്പർ മാർക്കറ്റിൽ എന്തുണ്ട്, റിലയൻസിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 സ്ഥലത്തും ഈ പ്രൈസ് എന്താണ്, ഒരേ പ്രൈസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഇപ്പോൾ 2 സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ സാധനം വാങ്ങുകയാണെങ്കിൽ 2ലും ഒരേ പ്രൊഡക്റ്റ് തന്നെ ആണെങ്കിൽ അതിൻ്റെ MRP ഒക്കെ സെയിം തന്നെയല്ലേ ഉണ്ടാവുക. ബട്ട് എന്തുണ്ടാവും, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തിൻ്റെ ഡിഫറൻസ്? ചിലപ്പോൾ അവിടെ ഡിസ്കൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഒരു മാർക്കറ്റിൽ പ്രൊഡക്റ്റിന് പ്രൈസ്, അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പ്രൊഡക്റ്റിന് പ്രൈസ് കുറച്ച് കുറവായിരിക്കും, മറ്റടുത്ത് കുറച്ച് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു എഫക്റ്റ് വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് NScയും BSc എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതിൽ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ NScയും BScയും തമ്മിൽ നമുക്ക് വലിയ ഡിഫറൻസ് കാണാം. ചെറിയ പോയിന്റ്സിൻ്റെ ഒക്കെ ഡിഫറൻസ് പ്രൈസിൽ കാണാൻ പറ്റുള്ളൂ. കാരണം അതൊക്കെ ഓൺലൈനായി മാറിയതിനെ കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ചേഞ്ച് വന്നാൽ അപ്പോൾ തന്നെ, അതായത് ഒരു BScയിൽ ഇപ്പോൾ ആദ്യം പ്രൈസ് ചേഞ്ച് വന്നാൽ NScയിലും അപ്പോൾ തന്നെ ഒരു കുറച്ച് ടൈം കൊണ്ട് തന്നെ ചേഞ്ച് ആവും. ബട്ട് ആദ്യം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഒന്നും ഇല്ലാത്ത കാലത്ത്, അതായത് ഫിസിക്കലി സ്റ്റോക്ക് വെക്കുന്ന കാലം ഉണ്ടായിരുന്നു, പേപ്പർ ഫോമിലൊക്കെ സ്റ്റോക്ക് വെക്കുന്ന കാലം. അപ്പോൾ അന്നത്തെ ടൈമിലെന്ന് വെച്ചാൽ ഇപ്പോൾ NScയും BScയും തമ്മിൽ ഇപ്പോൾ NScയിൽ ഒരു പ്രൈസ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BScയിലേക്ക് പ്രൈസ് അതാണെന്ന് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ NScയിൽ ആദ്യം അല്ലെങ്കിൽ BScയിൽ ആദ്യം ഏതിലാണോ പ്രൈസ് കോട്ട് ചെയ്യുന്നത്, പ്രൈസ് ഒന്നിൽ കൂടുതലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ പ്രൈസ് ഒന്നിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഷെയർ എന്ത് ചെയ്യുമ്പോൾ ഇവിടെ വിൽക്കും. അതായത് ഞാനിപ്പം എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ 2 ഇതുണ്ട്. ഇപ്പോൾ NScയിൽ നമ്മുടെ ഷെയർ എന്ന് പറയുന്നത് റിലയൻസിൻ്റെ ഷെയർ തന്നെയാണ്. ക്വാണ്ടിറ്റി 2ലും 100 തന്നെയാണുള്ളത്. പ്രൈസ് NScയിൽ 1010 ആണുള്ളത്, BScയിൽ 1000 ആണുള്ളത്. ഈ 1010 വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഇപ്പം മോർണിംഗ് സെക്ഷനിലൊക്കെ ഇപ്പോൾ ഫിസിക്കലി വെക്കുന്ന ടൈമിൽ മോർണിംഗ് സെക്ഷനിൽ ഫസ്റ്റ് തന്നെ അപ്ഡേറ്റ് ആവുന്നത് ചിലപ്പോൾ NSc ആയിരിക്കും. അപ്പോൾ NSc അപ്ഡേറ്റ് ആകുമ്പോൾ 1010 ആയിട്ട് മാറിയിട്ടുണ്ട്. ബട്ട് BScയിൽ അപ്ഡേറ്റ് ആവാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ എടുക്കും എന്താവാൻ, അപ്ഡേറ്റ് ആവാൻ. കാരണം ഫിസിക്കലി അങ്ങോട്ട് ഇൻഫർമേഷനൊക്കെ എത്തി, ഇത്രയാണ് ഇതിൻ്റെ പ്രൈസ് എന്നൊക്കെ കോട്ട് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, പ്രൈസ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ പ്രൈസ് ചേഞ്ച് ആവാൻ ഒരു ടൈം എടുക്കൂലേ? ആ ഒരു ടൈമിങ്ങിൻ്റെ ഡിഫറൻസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇത് പെട്ടെന്ന് അങ്ങ് സെല് ചെയ്താളും. അതായത് ഇപ്പം ഈ ഒരാൾക്ക് ഷെയർ എന്ന് പറഞ്ഞാൽ NScയിലും BScയിലും ലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർ ഉണ്ടെങ്കിൽ അത് 2 സ്ഥലത്തും ഇയാൾക്ക് വിൽക്കാം ആണല്ലോ. അപ്പം ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ NScയിൽ ഷെയർ അങ്ങ് വിൽക്കും.
ഇവിടെ എത്ര ഉണ്ട് വാല്യൂ 1,00,000 ഉണ്ട്. ഈ ഷെയർ അങ്ങ് വിൽക്കും. ഷെയർ അങ്ങ് വിറ്റാൽ ഇയാൾക്ക് എത്ര കിട്ടും? 1,01,000 ആണ് ഇയാൾക്ക് ഷെയറിൻ്റെ വാല്യൂ കിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയ എമൗണ്ടിൽ 1,00,000 ഇയാൾ ഇവിടേക്ക് തന്നെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യും. 1,00,000 ഇയാൾ തിരിച്ച് BSEയിൽ കൊണ്ടുപോയിട്ട് അതേ ഷെയർ തന്നെ എത്ര വാങ്ങും? 100 ക്വാണ്ടിറ്റി പ്രൈസ് 1,000 ഉള്ള അതേ റിലയൻസിൻ്റെ ഷെയർ തന്നെ വാങ്ങും. അപ്പോൾ ഇയാൾക്ക് എന്ത് വരുന്നില്ല? നഷ്ടമൊന്നും വരുന്നില്ല. നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറുന്നേ ഇല്ല. അതായത് ഒരേ സാധനം തന്നെയാണ്, പ്രൈസിൽ ചെറിയ ചേഞ്ച് ഉള്ളത്. എന്തുകൊണ്ടാണ്? ടൈമിങ്ങിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് കൊണ്ടുള്ളതാണ്. അതെന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും പ്രൈസ് ഏതാണ്ട് സെയിം ആയി വരും. അപ്പോൾ അതിനെ കൊണ്ട് മാർക്കറ്റ് സ്വിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? NSEന്ന് BSEയിലേക്ക്, അതായത് സൂപ്പർ മാർക്കറ്റ് സ്വിച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ ഇപ്പോൾ ഇവിടെ പ്രൈസ് കൂടിയ സ്ഥലത്ത് പെട്ടെന്ന് നമ്മൾ വിറ്റാളും. എന്നിട്ട് അവിടെ നിന്ന് സർപ്ലസ് എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നമ്മളെ പിന്നെ അപ്പുറത്തെ മാർക്കറ്റിൽ നമുക്ക് എത്രയാണ് ആ പ്രൈസിന് അവൈലബിൾ ആയിട്ടുള്ളത്, ആ പ്രൈസിന് നമ്മൾ വാങ്ങി വെക്കും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷ് സർപ്ലസ് ആണ് ഇവിടെ. ഈ ഒരു ബെനിഫിറ്റാണ് ഇവിടെ ഉണ്ടാവുക. അതായത് ഇവിടെ നമ്മൾ 1,10,000 ആകുമ്പോൾ നമ്മൾ വിൽക്കുന്നു, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് 1,000 വാങ്ങുന്നു. രണ്ടും എന്താണ്? ഒരേ ഐറ്റം തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. ബട്ട് ആ മാർക്കറ്റിൻ്റെ ടൈമിങ്ങിൻ്റെ ഒക്കെ ഡിഫറൻസിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആർബിട്രേജ് എന്ന പ്രോസസ്സിലൂടെ നമ്മൾ പൈസ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാണ് ആർബിട്രേജ് പ്രോസസ്സിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നല്ല ഡീപ്പായിട്ട് നോക്കാം. ഓക്കെ, ഇല്ലസ്ട്രേഷൻ നമ്പർ 8. ഇത് നമ്മുടെ ഇതിൽ തന്നെ ഉള്ളതാണ്. ICAൻ്റെ ടെക്സ്റ്റ് തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. അതെന്താ പറയുന്നത് നോക്കാം. There are two companies, U Limited and L Limited, having same NOI of 20,000, except that L Limited is a levered firm having a debt of 1,00,000 at 7% and cost of equity of U Limited and L Limited are 10% and 18% respectively. Compute how arbitrage process will work. ആർബിട്രേജ് പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? There are two companies, U Limitedും L Limitedും ആണുള്ളത്. അതിൽ സെയിം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ EBIT ആണ്. ഓക്കെ, EBIT ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പർട്ടിക്കുലേഴ്സ് കമ്പനി എഴുതിയിട്ട് U Limited L Limited എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്യുക. എന്നിട്ട് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം EBIT എത്രയാണ്? 20,000 ഉണ്ട്. 20,000 രണ്ടിലും 20,000 തന്നെ ആണല്ലോ. ആണ്. ഇനി ഒരു കമ്പനിയിൽ L Limited ഈസ് എ ലിവേർഡ് ഫേം ഹാവിങ് ഡെപ്റ്റ് ഓഫ് 1,00,000 at 7% ഡെപ്റ്റുള്ള 7% കോസ്റ്റ് ഉള്ള 1,00,000 ഡെപ്റ്റുള്ള കമ്പനിയാണ് എന്ത്? L Limited എന്ന് പറയുന്നത്. അപ്പോൾ L Limitedൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. എത്രയാണ്? 7,000 ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. U Limited അൺലിവേർഡ് ഫേമാണ്. അതിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതായത് ഡെപ്റ്റ് ഉണ്ടെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അത് അൺലിവേർഡ് ഫേമാണ്. പിന്നെന്താണ് പറയുന്നത്? ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി U Limitedും L Limitedും 10% 18% ആണെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് മൈൻഡിൽ വെക്കാം. അപ്പോൾ ഇനി EBT എത്രയാണ് വരിക? EBT ഇൻട്രസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ EBT കിട്ടും. ഇവിടെ 20,000 വരും, ഇവിടെ 30,000 വരും. KD എത്രയാണ് വരുന്നത്? KD ഫസ്റ്റ് കേസ് വരുന്നത് 7% ആണ്. രണ്ടാമത്തെ അതായത് KE വരുന്നത് ഒന്നിൽ 10%, U Limitedൽ 10%, മറ്റേതിൽ 18% ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ടിൻ്റെയും വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുക. ഏതിനാണ് വാല്യൂ കൂടുതലെന്ന് നോക്കുക. ഓക്കെ,
വാല്യൂ ഓഫ് ഇക്വിറ്റി ആദ്യം കണ്ടുപിടിക്കാം. വാല്യൂ ഓഫ് ഇക്വിറ്റി എന്താണ്? EBT/KE ആണ്. EBT എത്രയാണ്? ഇവിടെ 20,000 ആണ്. 20,000 ഡിവൈഡഡ് ബൈ KE എത്രയാണ് വരുന്നത്? 10% ഈസ് ഈക്വൽ ടു 2 lakh ആണ് ഇവിടുത്തെ വാല്യൂ ഓഫ് ഇക്വിറ്റി വരുന്നത്. രണ്ടാമത്തെ കേസിലോ 13,000 ഡിവൈഡഡ് ബൈ 18% ഈസ് ഈക്വൽ ടു, അപ്പോൾ അതെത്ര വരും? 7,000 72,222 എന്ന് വരും. വാല്യൂ ഓഫ് ഇക്വിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാല്യൂ ഓഫ് ഡെപ്റ്റ് എത്രയാണ്? വാല്യൂ ഓഫ് ഡെപ്റ്റ് ഫസ്റ്റ് കേസിൽ എത്രയാണ്? വാല്യൂ ഓഫ് ഡെപ്റ്റ് ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് കേസിൽ ഡെപ്റ്റ് ഇല്ലല്ലോ. ഡെപ്റ്റ് ഇല്ലാത്ത കേസിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഉണ്ടാവുക? അപ്പോൾ അത് 0. ഇനി രണ്ടാമത്തെ കേസിൽ എത്രയാണ് വാല്യൂ ഓഫ് ഡെപ്റ്റ്? 1 lakh at 7% എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വേണമെങ്കിൽ 1 lakh എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം? 7,000 ഡിവൈഡഡ് ബൈ 7% ഈസ് ഈക്വൽ ടു 1 lakh ആണ് ഡെപ്റ്റിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഇനി വാല്യൂ ഓഫ് ദ ഫേം എത്രയാണ് വരുന്നത്? വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെപ്റ്റ് പറയുമ്പോൾ ഇവിടെ 2 lakh വരും. രണ്ടാമത്തെ കേസിൽ എത്രയാണ് വരുന്നത്? 1 lakhഉം 72,000ഉം. 1,72,222 ആണ് ഇവിടെ എന്ത് വരുന്നത്? വാല്യൂ ഓഫ് ദ ഫേം വരുന്നത്. രണ്ട് കേസിലും വാല്യൂ ഓഫ് ദ ഫേം വരുന്നത് എത്രയാണ്? 1,72,222ഉം അതുപോലെ തന്നെ 2 lakh ആണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ദ ഫേം കിട്ടിയിട്ടുണ്ട്. രണ്ട് ഫേമിൻ്റെയും വാല്യൂ ഓഫ് ദ ഫേം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് കൂടുതൽ വരുന്നത്? അൺലിവേർഡ് ഫേമിലെ വാല്യൂ ആണ് കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താ അങ്ങനെ കൂടുതൽ വരാൻ കാരണം മറ്റേതിൽ ഇക്വിറ്റിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അതിനെ കൊണ്ടാണ് അവിടെ വാല്യൂ ഓഫ് ദ ഫേം കുറവ് വരാൻ കാരണം. എല്ലാ കേസിലും ലിവേർഡ് ഫേമിൽ ഏണിങ്സ് കൂടുതലായിക്കൊള്ളണമെന്നില്ല. കാരണം ചില കേസിൽ KE വളരെ കൂടുതലായിരിക്കും. ആ കേസിൽ എന്തായിരിക്കും? അവിടുത്തെ വാല്യൂ ഓഫ് ദ ഫേം കുറവായിരിക്കും. അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം കൂടുതലുള്ള ഫേം ഏതാണ്? അൺലിവേർഡ് ഫേമിലാണ് അവിടെ വാല്യൂ ഓഫ് ദ ഫേം കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ആർബിട്രേജ് പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് ദ ഫേം കൂടുതലുള്ള ഫേമിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വാല്യൂ ഓഫ് ദ ഫേം കൂടുതലുള്ള, അതായത് അൺലിവേർഡ് ഫേമിൽ ഇഫ് യു ഹാവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അൺലിവേർഡ് ഫേം ഫോർ 10% നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് 2 lakhൻ്റെ 10% ആയിട്ടുള്ള 20,000 ആയിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിട്ടേൺ എത്ര കിട്ടും? റിട്ടേൺ ഫ്രം ഹിയർ is equal to 20,000 ആണ് ഇവിടെ എന്ത് വരുന്നത്? EBT വരുന്നത്. EBT ഇൻറ്റു 10% is equal to 2,000 നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതായത് 20,000 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 2,000 ആയിരിക്കും നിങ്ങളുടെ റിട്ടേൺ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു? അൺലിവേർഡ് ഫേമിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആണുള്ളത്. ഇനി ആ ഷെയർ നിങ്ങൾ എന്ത് ചെയ്യാണ്? സെല് ചെയ്യാൻ പോവാണ്. You are selling the share of 10% in unlevered firm. അപ്പോൾ എത്രയാണ്? 20,000 ആണ് അൺലിവേർഡ് ഫേമിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അൺലിവേർഡ് ഫേമിലെ ഷെയർ നിങ്ങൾ സെല് ചെയ്യുന്ന എത്രയാണ്? 20,000 സെല് ചെയ്യാണ്.
എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റിംഗ് ഇൻ ലിവേർഡ് ഫേം അറ്റ് 10% ലിവേർഡ് ഫേമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെ വരിക, അതായത് ലിവേർഡ് ഫേമിൻ്റെ വാല്യൂ എത്രയാണ്, 1,72,222 ആണ് ലിവേർഡ് ഫേമിൻ്റെ വാല്യൂ വരുന്നത്. അതിൻ്റെ 10% ആണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. 10% എന്ന് പറയുമ്പോൾ 17,222 വരും. 17,222 എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതായത് 17,222 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺലിവേർഡ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് അല്ല, ലിവേർഡ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ട്, 20,000 ഉണ്ട്. ലിവേർഡ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ 17,222 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ലിവേർഡ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന, അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺ എത്ര ആയിരിക്കും, റിട്ടേൺ ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഈ 1,72,273 10% ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് വരിക, ഈ 17,22,022 എന്ന് പറയുന്നത് ഇതിൽ 10,000 നിങ്ങൾ എന്തായിട്ടായിരിക്കും, ലോണായിട്ട് ലെൻഡ് ചെയ്യായിരിക്കും ചെയ്യുക. ലെൻഡ് അതായത് ഫേമിന് നിങ്ങൾ എന്ത് ചെയ്യും, ലോണായിട്ട് കൊടുക്കും. ബാക്കിയുള്ള 7,222 ആണ് എന്തെന്ന് പറയുന്നത്, 7,222 ആണ് ഇക്വിറ്റിൻ്റെ 10% എന്ന് പറയുന്നത് അല്ലേ. ഇക്വിറ്റിൻ്റെ 10% എന്ന് പറഞ്ഞാൽ എന്താണ്, 7,200. ഇക്വിറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള എത്രയാണ്, 72,222 ആണ്. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 7,222. അപ്പോൾ അത്ര എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, ഇക്വിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10,000, അതായത് നമ്മൾ 10% ആ ഫേമിൻ്റെ ഓവറോൾ 10% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 10% ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ലോണായിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാണ്, ലോണായിട്ട് 10,000 നമ്മൾ ലോണായിട്ട് കൊടുക്കുകയാണ്. ഇത് ലോൺ നിങ്ങൾ വെച്ചോളൂ, എനിക്ക് എത്ര റിട്ടേൺ തന്നാൽ മതി, ഇത് സാധാ ലോണിന് കിട്ടുന്ന അതേ റിട്ടേൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് 10,000 നമ്മൾ പിന്നെ സാധാ ഡെപ്റ്റ് കൊടുക്കുന്ന പോലെ കൊടുക്കും. എന്നിട്ട് അതിന് ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യും, നമുക്ക് ഇൻട്രസ്റ്റ് തരും. അപ്പോൾ ആ കേസിൽ എത്രയാണ്, 7% ഉള്ള ഇൻട്രസ്റ്റ് വരുന്നത്. 7% നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് 10% ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലെൻഡഡ് amount is equal to 7,000ൻ്റെ 10%. അതായത് ടോട്ടൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7,000 ആണ്. ടോട്ടലായിട്ട് നമ്മളെ ഫേമിന് വരുന്ന ഇൻട്രസ്റ്റ്, അതിൽ 10% ഓഫ് ഫണ്ട്സ് നമ്മളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 7,000 ഇൻട്രസ്റ്റിൻ്റെ 10% നമുക്ക് തരാനുള്ളതാണ്. ദാറ്റ് ഈസ് 700 rupees നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇക്വിറ്റിൻ്റെ എത്രയാണ്, ഇക്വിറ്റിൻ്റെ 10% നമ്മളാണ് ഹോൾഡ് ചെയ്യുന്നത്. അതിൽ ഏർണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സുകൾ എത്രയാണ്, EBT ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ടാക്സ് ഇല്ലാത്ത കേസായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ EBT ആണ് ഇവിടെ എന്ത് വരുന്നത്, ഏർണിങ്സ് ആയിട്ട് വരുന്നത്. ഈ ഏർണിങ്സിൻ്റെ 10% എന്തായിരിക്കും, നമുക്കുള്ളതായിരിക്കും. കാരണം ഇത് എന്ന് പറയുന്നത് EBT അല്ലെങ്കിൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അതിൽ 10% ഷെയർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏർണിങ്സിൻ്റെ 10% നമുക്കല്ലേ കിട്ടുക. അപ്പോൾ അത് എത്രയാണ്, 13,000 ഇൻറ്റു 10% ഇസ് ഈക്വൽ ടു 1,300. അപ്പം ടോട്ടലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അൺലിവേർഡ് ഫേമിൽ നിന്ന് മാറി നമ്മൾ ലിവേർഡ് ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് എന്ന് വെച്ചാലും നമുക്ക് വരുന്ന ടോട്ടൽ ഏർണിങ്സ് എത്രയാണ്,
ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് 2000 ആണ് വരുന്നത്. നമ്മളെ മുകളിലത്തെ കേസിൽ എത്രയാണ് വന്നിട്ടുള്ളത്, അതായത് ഇക്വിറ്റി മാത്രമുള്ള ഫോമിൽ നമുക്ക് എത്രയാണ് ഏർണിങ്സ് വന്നിട്ടുള്ളത്? 2000 തന്നെയാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഏർണിങ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ അൺലിവേർഡ് ഫേമിൽ നിന്ന് നമ്മൾ ലിവേർഡ് ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമ്മൾ അൺലിവേർഡ് ഫേമിൽ 20,000 എന്തുണ്ട്, അതായത് അവിടെ വാല്യൂ ഓഫ് ദ ഫേം 2 lakh ഉണ്ട്. ഇവിടെ അപ്പുറത്ത് വാല്യൂ ഓഫ് ദ ഫേം എത്രയാണ്, 1,72,222 ആണ്. അപ്പോൾ ഈ ഒരു ഇവിടെ രണ്ട് കേസിലും എത്രയാണ്, EBIT ഒന്ന് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഉള്ളതിനെ കൊണ്ടുള്ള ആ ഡിഫറൻസ് ആണ് രണ്ടാമത്തെ ഫേമിൽ വരുന്നത്. അതുപോലെ അവിടെ കെയിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ കെയിലുള്ള ഡിഫറൻസ് ഒക്കെ കൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കറണ്ട് മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വാല്യൂ ഓഫ് ദ ഫേം വെച്ചിട്ടായിരിക്കും ഈ 2 lakh വാല്യൂ ആയിരിക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ 2 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 2 lakh 10% ആയിട്ടുള്ള 20,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത് 2,000 തന്നെ ആയിരിക്കും. അതേ എമൗണ്ട് തന്നെ, അതായത് ഈ 2 lakh ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 lakh 10% ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ 1,72,222 10% ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, കണ്ടോ, സെയിം തന്നെയാണ് ഏർണിങ്സ് വരുന്നത്. രണ്ട് കേസിലും സെയിം ഏർണിങ്സ് ആണ് വരുന്നത്. ബട്ട് ഇവിടെ എന്തുണ്ട്, നമ്മളിവിടെ ആദ്യത്തെ കേസിൽ നമ്മൾ 20,000 ഇൻവെസ്റ്റ് ചെയ്യണം, ഇവിടുത്തെ കേസിൽ നമ്മൾ 17,222 ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു ഡിഫറൻസ് എമൗണ്ട് ഇല്ലേ, അതായത് 20,000 നമ്മൾ ഓൾറെഡി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇക്വിറ്റിയിൽ നിന്ന് മാറി ഇവിടേക്ക് ലിവേർഡ് ഫേമിലേക്ക് ആകുന്ന ടൈമിലുള്ള ആ ഡിഫറൻസും ഇല്ലേ, ഈ ഒരു ഡിഫറൻസിനെയാണ് ആർബിട്രേജിൽ എന്തെന്ന് പറയുന്നത്, ക്യാഷ് സർപ്ലസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെയുള്ള നമ്മളെ ഏർണിങ്സ് അഥവാ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 20,000 മൈനസ് 17,222 ആണ്, ഈക്വൽ ടു 27,778. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് നമുക്ക് എന്താണ്, നമ്മൾ അൺലിവേർഡ് ഫേമിൽ നിന്ന് മാറി ലിവേർഡ് ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിനെ കൊണ്ട് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ക്യാഷാണ്. എക്സ്ട്രാ ക്യാഷ് എത്രയാണുള്ളത്, 20,000 മൈനസ് 17,222 ഈക്വൽ ടു 2,778. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ക്യാഷ് എക്സ്ട്രാ ഉള്ളത്. അതായത് ഇതാണ് ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടും ഒരേപോലത്തെ ഫേംസ് ആണ്, രണ്ടിലും ഏർണിങ്സ് സെയിം ആണ് വരുന്നത്, അതായത് EBIT രണ്ടിലും സെയിം ആണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫേം, ബട്ട് അവിടെ എന്താണ്, വാല്യൂ ഓഫ് ദ ഫേം രണ്ടിലും ഡിഫറെൻ്റ് ആണുള്ളത്. അപ്പം അതിൽ നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം കുറഞ്ഞിട്ടുള്ള ഫേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി നമ്മളെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് വാല്യൂ ഓഫ് ദ ഫേം കൂടിയിട്ടുള്ള ഫേമിലായിരിക്കും. എന്നാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂ ഓഫ് ദ ഫേം കുറഞ്ഞിട്ടുള്ള ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ്, അതായത് അൺലിവേർഡ് ഫേമിലും വാല്യൂ ഓഫ് ദ ഫേം കൂടിയിട്ടുള്ള ഫേമിലും രണ്ട് ഫേമിലും നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് ഒരേ സെയിം തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ ഈ 20,000, അതായത് ഈ 20,000 നമ്മൾ സെല് ചെയ്യുമ്പോൾ നമുക്ക് 20,000 ക്യാഷ് കിട്ടുന്നു. ആ 20,000 ക്യാഷ് നമുക്ക് 17,222 ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അതേ ഇവിടെ 20,000 ഇൻവെസ്റ്റ് ചെയ്ത ഏർണിങ്സ് ഇവിടെ 17,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു എക്സ്ട്രാ ഉള്ള, അതായത് ആ 20,000 നിന്ന് 17,222 കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത് എക്സ്ട്രാ ക്യാഷാണ് അല്ലേ. നമ്മൾ ഈ ആർബിട്രേജ് ചെയ്തതിനെ കൊണ്ട്, അതായത് നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക്, അതേപോലെ തന്നെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് നോക്കിയതിനെ കൊണ്ട് നമുക്ക് കിട്ടിയൊരു എന്താണ്, ക്യാഷ് സർപ്ലസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ എമൗണ്ട് എന്ന് പറയുന്നത്, ആ എക്സ്ട്രാ എമൗണ്ട്. ഇതാണ് ആർബിട്രേജിലൂടെ നമുക്ക് സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങൾ പിന്നെ രണ്ടും ഒരേ മാർക്കറ്റിലുള്ള ഒരേ മാർക്കറ്റ് തന്നെ ആയിരിക്കും. അതായത് BSEയിലും NSEയിലുള്ള ഷെയർസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയൊരു ടൈമിംഗ് ഡിഫറൻസ് കൊണ്ട് ഒന്നിൽ എന്തായിരിക്കും, വാല്യൂ കുറവായിരിക്കും, രണ്ടാമത്തേൽ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ കൂടുതലുള്ളതിൽ
വാല്യൂ കൂടുതലുള്ളതിലാണ് നമ്മളെ ഷെയർ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ നിന്ന് വിറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അതിൽ നിന്ന് വിറ്റിട്ട് വാല്യൂ കുറഞ്ഞത് വാങ്ങും. അല്ലെങ്കിൽ നമ്മൾ വാല്യൂ കുറഞ്ഞത് കുറേ വാങ്ങി വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്, അതാണ് ഈ ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇനി ഇത് ഒരു കേസ്, ഈ ആർബിട്രേജിന് തന്നെ തിരിച്ചു വരുന്നൊരു കേസുണ്ട്. അതായത് ലിവേർഡ് ഫേമിലല്ലാതെ അൺലിവേർഡ് ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു കേസുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. There are two firms, M and N, having the same earnings before interest and tax, EBIT of 20,000. M is a levered company. M is a levered company having a debt of 1 lakh at the rate of 7% cost of equity in company N. In the company N. സോറി, നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ എല്ലാം അറ്റ് ദ റേറ്റ് ഓഫ് 7%, ഇവിടെയാണ് ഒരു ഫുൾ സ്റ്റോപ്പ്. Cost of equity in the company N is 10% and the company M has 11.5%. Explain how arbitrage will be carried in this case. ഈ കേസിൽ എങ്ങനെയാണ് ആർബിട്രേജ് ക്യാരി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേസിൽ നമുക്ക് ആദ്യം തന്നെ ആർബിട്രേജ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ EBIT ഒക്കെ കണ്ടുപിടിച്ചിട്ട് വാല്യൂ ഓഫ് ദ ഫേം ആദ്യം കണ്ടുപിടിക്കുക. സ്റ്റെപ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. അതായത് വാല്യൂ ഓഫ് ദ ഫേം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആ വാല്യൂ ഓഫ് ദ ഫേമിൽ ഏതിലാണോ വാല്യൂ ഓഫ് ദ ഫേം കൂടുതലുള്ളത് അതെന്തായിരിക്കും, വാല്യൂ ഓഫ് ദ ഫേം കൂടുതലുള്ളതിലായിരിക്കും നമ്മളെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വിചാരിക്കുക. അപ്പം ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെല്ല് ചെയ്യുക. ഇപ്പം ലിവേർഡ് ഫേം ആണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഇക്വിറ്റി നമ്മൾ നേരത്തെ കേസിൽ എന്താണ്, അൺലിവേർഡ് ഫേമാണ്. അൺലിവേർഡ് ഫേമിൽ നമ്മളെ ഇക്വിറ്റി ഒരു 20,000 നമ്മൾ ഇക്വിറ്റി നമ്മളെ കയ്യിലുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു, സെല്ല് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ 20,000 വെച്ചിട്ട് നമ്മൾ ആ 20,000 നമ്മൾ അടുത്ത ഏർണിങ്സ് കുറവുള്ള വാല്യൂ ഓഫ് ദ ഫേം കുറവുള്ള ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. രണ്ട് കേസിലും നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് സെയിം ആയിരിക്കും. ബട്ട് എന്താണ്, അവിടെ രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. അതായത് ഒന്നിൽ 20,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ആ 20,000 നമ്മൾ സെല്ല് ചെയ്തിട്ട് ഇവിടെ 17,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു അഡ്വാൻറ്റേജ് അല്ലേ, ആ അഡ്വാൻറ്റേജ് ആണ് ആർബിട്രേജ് എഫക്റ്റ് എന്ന് പറയുന്നത്, ആർബിട്രേജ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ വാല്യൂ ഓഫ് ദ ഫേമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം N അൺലിവേർഡ് ഫേമാണ്, M ലിവേർഡ് ഫേമാണ്. EBIT ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുണ്ട് 20,000 ആണ്. രണ്ടാമത്തെ കേസിലും 20,000 ആണ്. വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ EBIT ഡിവൈഡ് ബൈ KO. വാല്യൂ ഓഫ് ഡെപ്റ്റ് ഇൻട്രസ്റ്റ് ബൈ KD. വാല്യൂ ഓഫ് ഇക്വിറ്റി ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ KE. പിന്നെ ജസ്റ്റ് ഒന്ന് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണ് ഇവിടെ ഉള്ളത്, വാല്യൂ ഓഫ് ഡെപ്റ്റ് എത്രയാണ്, ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ KD ആണ്. ദാറ്റ് ഈസ് 1 lakh ഓൾറെഡി നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ 1 lakh കൊടുത്താൽ തന്നെ മതി. വാല്യൂ ഓഫ് ഇക്വിറ്റി എത്രയാണ്, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ KE. ഫസ്റ്റ് കേസിൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്, ഇവിടെ ഡെപ്റ്റും ഇൻട്രസ്റ്റും ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഏർണിങ്സ് ആഫ്റ്റർ EBIT-നെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ 10% ഇസ് ഈക്വൽ ടു 2 lakh ആണ് എന്തെന്ന് വരുന്നത്, വാല്യൂ ഓഫ് ഇക്വിറ്റി വരുന്നത്. രണ്ടാമത്തെ കേസിൽ 20,000 മൈനസ് 7,000 ആണ് എന്തെന്ന് പറയുന്നത്, ഏർണിങ്സ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇവിടെ ടാക്സ് ഇല്ലാത്ത കേസാണ്, നോ ടാക്സ്.
അപ്പോൾ നിങ്ങൾ EBT ആയാലും EAT ആയാലും ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയാലും ഒക്കെ ഒരേ തന്നെയാണ് വരിക. കാരണം ടാക്സ് ഉണ്ടെങ്കിലല്ലേ ഏണിങ്സ് ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും ഒക്കെ മാറുള്ളൂ. അപ്പോൾ അത് 20,000 മൈനസ് 7,000 എന്ന് പറയുമ്പോൾ എത്രയാണ്? 13,000 ഡിവൈഡഡ് ബൈ 11.5% ഈസ് ഈക്വൽ ടു 1,13,043 എന്ന് വരും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി 1,13,043 അതുപോലെ തന്നെ 1 lakh കൂടി ആഡ് ചെയ്താൽ 2,13,000 ആണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് കേസിൽ 2 lakh ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതിലാണ് കൂടുതൽ വാല്യൂ വരുന്നത്? കൂടുതൽ വാല്യൂ വരുന്നത് ലിവേർഡ് ഫേമിലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സപ്പോസ് ആൻ ഇൻവെസ്റ്റർ ഹാവിങ് എ 10% ഷെയർ ഇൻ ലിവേർഡ് ഫേം M. Therefore, investment in 10% equity of livered company M is equal to 1,13,043 into 10% is equal to 11,304.3 എന്ന് വരും. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻവെസ്റ്ററിന് 10%, ഇപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. സപ്പോസ് ആൻ ഇൻവെസ്റ്റർ ഹാവിങ് 10% ഷെയർ ഇൻ ലിവേർഡ് ഫേമിൽ 10% ഷെയർ ഉള്ള ഒരാൾ ആണ്. Therefore, investment in 10% equity of livered company M is equal to എത്രയാണ്? ഇക്വിറ്റിൻ്റെ വാല്യൂ ഇൻറ്റു 10% 11,304 എന്ന് വരും. അപ്പോൾ അതാണ് അയാളുടെ എന്തെന്ന് പറയുന്നത് ലിവേർഡ് ഫേമിലെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. On this investment, the investor is entitled to a return or income of 10% of earnings of equity holders. അതായത് റിട്ടേൺ അതായത് EAT-ന്ന് 10% ഇയാൾക്ക് കിട്ടും. കാരണം ഇക്വിറ്റി ഹോൾഡേഴ്സിനുള്ളതാണല്ലോ ഈ EAT EBT ഒക്കെ ഉള്ളത്. അപ്പം 20,000 മൈനസ് 7,000 ഇൻറ്റു 10% ഇസ് ഈക്വൽ ടു 1,300 ആയിരിക്കും എന്ത് ഇയാളുടെ ഏണിങ്സ് ഫ്രം ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, arbitrage process will operate as under moving from firm to firm. Firm അല്ല, from firm to firm M to firm N. അതായത് ഫേം M നമ്മൾ എന്ത് ചെയ്യാണ്? സെല് ചെയ്തിട്ട് ഫേം എമ്മത്തെ ഷെയർ നമ്മൾ സെല് ചെയ്തിട്ട് എന്നിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, operate as under moving from firm M to firm N. Sell 10% shares of livered firm for 11,304 and lend, not lend, here borrow. And borrow 10% of livered firm's debt. അതായത് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമ്മൾ 10% ലിവേർഡ് ഫേമിലെ ഷെയർ സെല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര കിട്ടും? എമൗണ്ട് 11,304 എന്ന് കിട്ടും. ആൻഡ് ബോറോ 10% ഓഫ് ലിവേർഡ് ഫേംസ് ഡെപ്റ്റ്. അതായത് ലിവേർഡ് ഫേമിൽ എന്ത് ചെയ്യുക? നമ്മൾ ആ 10% ഡെപ്റ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുക. അതായത് ലിവേർഡ് ഫേമിന് കിട്ടിയ ഡെപ്റ്റ് ഇല്ലേ, അതുപോലത്തെ ഡെപ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 10% നമുക്ക് നമ്മൾ എടുത്ത പോലെ, അതായത് 10% 1 lakh, അതായത് 10,000 നമുക്ക് ലിവേർഡ് ഫേമിൽ നിന്ന് ഡെപ്റ്റ് കിട്ടിയ പോലെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സോൾഡ് സ്റ്റോക്ക് ഓഫ് ലിവേർഡ് ഫേമിലെ സ്റ്റോക്ക് നമ്മൾ സെൽ ചെയ്തു. അപ്പോൾ 11,304. അതുപോലെ തന്നെ നമ്മൾ 10% ഓഫ് 1 lakh ബോറോ ചെയ്തു. അത് എത്രയാണ്? 10,000. ഇപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 21,304 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഫണ്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ റിസോഴ്സസ് അവൈലബിൾ ഈസ് ഈക്വൽ ടു 21,304.3. ബട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അൺലിവേർഡ് കമ്പനി 10% ഓഫ് 2 lakh ഈസ് ഈക്വൽ ടു 20,000. അപ്പം നമ്മുടെ കയ്യിൽ ഫണ്ട്സ് എത്ര ഉണ്ട്? 21,304 ഉണ്ട്. അപ്പം നമ്മൾ ഇത് ഇനി അൺലിവേർഡ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര മതി നമുക്ക്? 10% ഓഫ് 2 lakh മതി, അതായത് 20,000 മതി.
അപ്പോൾ സർപ്ലസ് ക്യാഷ് എത്ര ഉണ്ട്? 21,304 മൈനസ് 20,000 ഈസ് ഈക്വൽ ടു 1,304 നമുക്ക് എന്താണ് ബാലൻസ് ആയിട്ടുണ്ട്. റിട്ടേൺ ഒബ്റ്റൈൻഡ് നൗ ഇസ് ഈക്വൽ ടു 10%. 10% ആണ് റിട്ടേൺ ഒബ്റ്റൈൻ ചെയ്യുന്നത്. This 2 lakh into 10% is equal to 20,000 less interest on borrowings 7,000. Sorry, this is the 2 lakh അല്ല, ഇത് 20,000 ആണ്. ആണ് എന്തെന്ന് പറയാം, 20,000ന്റെ 10%, ദാറ്റ് ഈസ് 2,000 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇവിടെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ്. നമ്മൾ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? നമ്മളുടെ കയ്യിൽ ശരിക്ക് നമ്മൾ അൺലിവേർഡ് ഫേമിൽ 20% നമുക്ക് 10% നമ്മൾ ഹോൾഡിംഗ് ഉള്ള പോലെയാണ്. ലിവേർഡ് ഫേമിൽ നമുക്ക് 10% ഹോൾഡിംഗ് ഉള്ള പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതിൽ നമുക്ക് 10% ഹോൾഡിംഗ് എന്ന് പറയുമ്പം നമുക്ക് എന്തിലാണ് ഹോൾഡിംഗ് ഉണ്ടാവുക? ഇക്വിറ്റിയിലാണ് നമുക്ക് ഹോൾഡിംഗ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പം ആ ഇക്വിറ്റിയിൽ ഹോൾഡിംഗ് ഉണ്ടാവുക എന്ന് പറയുമ്പം ഈ 11,304 മാത്രമായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക, അതായത് ഹോൾഡിംഗ് ആയിട്ട് ഉണ്ടാവുക. ബാക്കിയുള്ളത് എന്താണ്? ഡെപ്റ്റാണ്. അത് ഡെപ്റ്റ് ആരുടെ ഡെപ്റ്റാണ്? ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ എടുത്തിട്ടുള്ള ഡെപ്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഡെപ്റ്റ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് നമ്മുടെ ഫണ്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ കൊണ്ടാണ് സോൾഡ് സ്റ്റോക്ക് ഓഫ് ലിവേർഡ് ഫോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എഴുതിയിട്ടുള്ളത്? 11,000 ആണ് നമ്മൾ സോൾഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബോറോ 10% ഓഫ് 1 lakh, അതായത് നമുക്ക് ആ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണെങ്കിൽ ആ ഫേമിൽ ലോൺ എടുത്ത അതേ ബാങ്കിൽ നിന്ന് തന്നെ അതേ പേഴ്സൻറ്റേജിന് നമുക്ക് ലോൺ കിട്ടുന്നു എന്ന് അസ്യൂം ചെയ്യാണ്. ഇത് നമ്മൾ ബോറോ ചെയ്യാണ്. ഇത് നമ്മൾ ആ ഫേമിൻ്റെ ലോണിനെ ഇങ്ങോട്ട് എടുക്കുകയല്ല ചെയ്യുന്നത്. ഇത് നമ്മളൊരു വേറെ ഫേമിൽ പോയി അല്ലെങ്കിൽ വേറൊരു ബാങ്കിൽ പോയിട്ട്, അതായത് നമ്മുടെ ഈ ഫേം ബോറോ ചെയ്തിട്ടുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ബോറോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ ഫണ്ട് തന്നെ ആയിരിക്കും, അതേ ബട്ട് എത്ര ആയിരിക്കും? 10% ആയിരിക്കും നമ്മൾ ബോറോ ചെയ്യുന്നത്. അതായത് ഫേമിൻ്റെ എത്രയാണ് ഡെപ്റ്റ് ഉള്ളത് അതിൻ്റെ 10% ആയിരിക്കും നമ്മൾ ഓൺ ചെയ്യുന്നത്. എത്രയാണോ നമ്മൾ ഈ പെർസെൻറ്റേജ് ഓഫ് ഷെയർ നമുക്കുള്ളത് അത്രയും പെർസെൻറ്റേജിൽ നമ്മൾ എന്ത് ചെയ്യാം? ബോറോ ചെയ്യാം. ഓക്കെ, അപ്പോൾ 10% ഓഫ് 1 lakh നമ്മൾ ബോറോ ചെയ്യുന്ന പറഞ്ഞാൽ 10,000 നമ്മൾ ബോറോ ചെയ്തു. ഈ ബോറോ ചെയ്ത എമൗണ്ട് നമ്മളാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. നമ്മൾ എത്രയാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? 10,000 ഇൻറ്റു 7% നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് 700 നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇത് നമ്മൾ ബോറോ ചെയ്തിട്ടാണ് നമ്മൾ അൺലിവേർഡ് ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അൺലിവേർഡ് ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അൺലിവേർഡ് ഫേമിൽ നമുക്ക് EBIT വരുന്നത് അല്ലെങ്കിൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 20,000. ആ 20,000 ഇൻറ്റു 10%, അതായത് 10% നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ 10% നമുക്ക് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും. ആ 10% എന്ന് പറയുന്നത് 2,000 ആണ്. 2,000 നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. മറ്റേ കേസിൽ അതായത് ലിവേർഡ് ഫോമിലാണെങ്കിൽ നമുക്ക് എത്ര ആയിരുന്നു കിട്ടിയിരുന്നത്? 10% നമുക്ക് കിട്ടിയിരുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത് ഇവിടെ 1,300 ആണ്. അതായത് 1,300 ആണ് നമുക്ക് ഇവിടെ ലിവേർഡ് ഫേമിൽ കിട്ടിയിരുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത് അത്രയാണ്. ബാക്കിയുള്ള ഏർണിങ്സ് ഇൻട്രസ്റ്റ് ആയതാണ്, അത് പിന്നെ ബാങ്കിൻ്റെ ആണ്. ബാങ്കിൽ പോകും. അത് നമ്മുടെ ഏർണിങ്സ് അല്ലല്ലോ. നമ്മളൊരു ഷെയർ ഹോൾഡർ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഈ ആർബിട്രേജ് നോക്കി കാണേണ്ടത്. അപ്പം ആ 1,300 ആണ് എന്തെന്ന് പറയുന്നത് ലിവേർഡ് ഫേമിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്?
ഏണിങ്സ് ആയിട്ട് 2,000 കിട്ടുന്നുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് അഡീഷണലി ഒരു കോസ്റ്റ് വരുന്നത്, അതായത് നമ്മൾ 10,000 ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ബോറോയിങ്സ് ആണ്. അതിന് എന്തുണ്ട്, ഇൻട്രസ്റ്റ് കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്, 700 ആണ് വരുന്നത്. ആ 700 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് വരുന്നത്, 1,300. അതായത് 1,300 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ഏണിങ്സും വരുന്നത്. അതായത് നമ്മൾ ലിവേർഡ് ഫേമിലും അൺലിവേർഡ് ഫേമിലും നമ്മൾ ഏണിങ്സ് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് കണ്ടോ. അതായത് ഇത് നമ്മൾ ഇവിടുത്തെ കേസിൽ നമ്മളിവിടെ ഫണ്ട് ബോറോ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ നമുക്ക് ആ ഫണ്ടിൻ്റെ എന്ത് വരുന്നുണ്ട്, ബോറോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ട് കേസിൽ, അതായത് ലിവേർഡ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്താലും അൺലിവേർഡ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മുടെ കയ്യിൽ എന്തായിരിക്കും, ഏണിങ്സ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ബട്ട് ഇവിടെ എന്താണ് നമുക്ക് ഡിഫറൻസ് ഉള്ളത്, നമ്മൾ ഇവിടെ ഇങ്ങനെ സെല്ല് ചെയ്യുന്നതിനെ കൊണ്ട്, അതായത് നമ്മൾ അവിടുത്തെ സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് എന്താണ് ഉപകാരം കിട്ടിയിട്ടുള്ളത്, $21,304 ആയിരുന്നു നമ്മളെ അവിടുത്തെ ടോട്ടലായിട്ട്. നമുക്ക് ഇപ്പം 11,304 അതുപോലെ തന്നെ 10,000 നമ്മൾ ബോറോ ചെയ്തതും കൂട്ടിയിട്ട് 21,000 നമ്മളെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, 20,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഈ എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്, സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. the return 1,300 is same as the return obtained from levered firm earlier, that is 1,300. EBIT is equal to 20,000 minus interest on debt is equal to 1 lakh into 7% into 10,000. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് കൊടുത്തതാണ്, നമ്മൾ ഓൾറെഡി മുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. However, now the surplus amount of 1,304 is available as a surplus due to arbitrage process. Arbitrage process ചെയ്തതിനെ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണിത്, സർപ്ലസ് ആണ് ഈ എമൗണ്ട് എന്ന് പറയുന്നത്, 1,304 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി നോക്കുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതായത് ആ ബോറോ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. പിന്നെ ഇതിൽ ആർബിട്രേജ് പ്രോസസ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ഇൻവെസ്റ്റർ സ്വിച്ചസ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ടു അതർ ഫോർ ഹയർ റിട്ടേൺസ് ആസ് ലൈക്ക് ആസ് ഇൻ അബോവ് ക്വസ്റ്റ്യൻ. നമ്മൾ അബോവ് ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഹയർ റിട്ടേണിന് വേണ്ടിയിട്ട് നമ്മൾ ചാടിക്കൊണ്ടേയിരിക്കുന്നതിനാണ് ആർബിട്രേജ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇല്ലസ്ട്രേഷൻ 8ഉം അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 13 നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതിലേക്കാണ്, ഫസ്റ്റ് കേസിൽ വാല്യൂ ഓഫ് ദ അതായത് ഇല്ലസ്ട്രേഷൻ 8ൽ വാല്യൂ ഓഫ് ദ ഫേം കൂടുതലുള്ളത് അൺലിവേർഡ് ഫേമിലാണ്. അപ്പോൾ അൺലിവേർഡ് ഫേമിൽ കൂടുതൽ ഉണ്ടാവുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ ഏത് ഫേമിൻ്റെ വാല്യൂ ആണ് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് ആ ഫേമിലായിരിക്കും നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ അസംഷൻ വരുന്നത്. അപ്പം ആ 10% നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ 20,000 നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ ആ 20,000 ഫണ്ട് നമ്മൾ ഒരു ലിവേർഡ് ഫേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ലിവേർഡ് ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഇവിടെ ആ ലിവേർഡ് ഫേമിൽ ഇക്വിറ്റി എത്രയാണുള്ളത്, ഇക്വിറ്റി വരുന്നത് വെറും 7,222 ആണ് ഇക്വിറ്റി വരുന്നത്. ബാക്കിയുള്ളത് ഡെപ്റ്റ് ആയിട്ടാണ് ആ ഫേം എടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഫേമിൻ്റെ ഫുള്ളായിട്ട് നോക്കുമ്പം അതിൻ്റെ 10% നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ 17,222 ആണ് എമൗണ്ട് ആയിട്ട് വരുന്നത് ആ ഫേമിൻ്റെ വാല്യൂവിൻ്റെ. അതിൽ 10,000 ഡെപ്റ്റും അതുപോലെ തന്നെ 7,222 ഇക്വിറ്റിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തേ വാങ്ങാൻ പറ്റുള്ളൂ, ഇക്വിറ്റിയാണ് വാങ്ങാൻ പറ്റുക. ഇക്വിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ 10,000
അതായത് ഈ 10% ഫേമിൻ്റെ 10% വാല്യൂ നമുക്ക് വാങ്ങണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 10,000 നമ്മൾ ഇവർക്ക് കടമായിട്ട് കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി ഇവിടെ ഈ അൺലിവേർഡ് ഫേമിൽ നമ്മൾ സെല്ല് ചെയ്ത എമൗണ്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 20,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഫണ്ട് ബാലൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ എന്ത് ചെയ്യണം, 10,000 കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, അവർക്ക് കൊടുക്കുകയാണ്. അത് നമ്മൾ സാധാ ഒരു പിന്നെ ഒരു ബാങ്ക് ഒരാൾക്ക് കൊടുക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ എന്താണ്, അവർ നമുക്ക് ഇൻട്രസ്റ്റ് തരണം. അപ്പോൾ നമ്മൾ അൺലിവേർഡ് ഫേമിൽ നിന്ന് ലിവേർഡ് ഫേമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുക, കടം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. രണ്ട് ക്വസ്റ്റ്യൻസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അൺലിവേർഡ് ഫേമിൽ വാല്യൂ കൂടുതലാവുന്ന കേസിൽ നമ്മൾ ലിവേർഡ് ഫേമിലേക്ക് പോകുമ്പോൾ അവിടേക്ക് കടം കൊടുത്തിട്ട് എന്നിട്ട് ആ ഏണിങ്സ് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ ഏണിങ്സ് ആഡ് ചെയ്യുന്നത്. കണ്ടോ, 10% ഇൻട്രസ്റ്റ് ഓൺ ലെൻഡ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ 7,000 മുകളിൽ, അതായത് ടോട്ടൽ ഇൻട്രസ്റ്റിൻ്റെ 10% എന്തായിരിക്കും, നമുക്കായിരിക്കും തരുന്നത്. അപ്പോൾ ആ 7,700 ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ്. അതായത് ഈ 10,000 കൊടുത്തതിന് നമുക്ക് കിട്ടുന്ന ഏണിങ്സ് എന്ന് പറയുന്നത് 7,000. അതുപോലെ തന്നെ ഇക്വിറ്റി 10% നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വിറ്റിയിൽ നിന്ന് നമ്മൾ EBTയിൽ അല്ലെങ്കിൽ ഏണിങ്സ് ആഫ്റ്റർ ടാക്സിൽ നമുക്ക് കിട്ടുന്ന ഏണിങ്സ് എന്ന് പറയുന്നത് 1,300. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, 20,000. അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അൺലിവേർഡ് ഫേമിലെ ഏണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇല്ലസ്ട്രേഷൻ 8 നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ലെൻഡ് ചെയ്യണം, അത് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അൺലിവേർഡ് ഫേമിൽ നിന്ന് മാറി ലിവേർഡ് ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ കേസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് ലിവേർഡ് ഫേമിലാണുള്ളത്. ലിവേർഡ് ഫേമിലാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇക്വിറ്റിൻ്റെ വാല്യൂ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ബാക്കി എന്താണ്, 1 lakh എന്ന് പറയുന്നത് അത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ ബോറോ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്, അത് നമ്മുടെ ഫണ്ടല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇവിടെ ഫണ്ട് ഷോർട്ട് വരുന്നുണ്ട് ഇല്ലേ. ഇവിടെ 11,304 ആണ് നമ്മളെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കി എത്ര നമുക്ക് ഷോർട്ട് വരുന്നുണ്ട്, ബാക്കി നമുക്ക് കുറച്ച് ഷോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഷോർട്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, 10% നമ്മളെ ഹോൾഡിങ് എത്രയാണ്, 10% അല്ലേ. അപ്പോൾ ആ 10% കറക്റ്റായിട്ടുള്ള നമ്മുടെ ഫേമിലെ ഡെപ്റ്റ് എടുക്കുക. അതായത് ഫേമിലെ ഡെപ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakhൻ്റെ 10% എടുത്താൽ 10,000 നമ്മൾ എന്ത് ചെയ്യാണ്, ബോറോ ചെയ്യാണ്. എവിടുന്ന്, നമ്മളെ ഫേം വാങ്ങിയ അതേ സ്ഥലത്ത്, ഫേം എടുത്തിട്ടുള്ള അതേ സ്ഥലത്ത് നിന്ന് അതേ എമൗണ്ടിന് ആ 10% നമുക്ക് കിട്ടുന്നുള്ള അസംഷനിൽ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ടൈമിന് നമുക്ക് എന്ത് ചെയ്യാണ്, അതിന് നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ നമ്മൾ എന്തായാലും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ ലിവേർഡ് ഫേമിലാവുന്ന ടൈമിൽ നമുക്ക് എന്താണ് 1,300 ആണ് നമ്മളെ ഏണിങ്സ് വരുന്നത്. എന്നാൽ നമ്മൾ ഇക്വിറ്റിയിലേക്ക് 10% നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏണിങ്സ് എന്ന് പറയുന്നത് 20,000 ആയിരിക്കും, അല്ല 2,000 ആയിരിക്കും. ബട്ട് അതേ കേസ് തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ആ ഇൻട്രസ്റ്റ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഏണിങ്സ് എത്രയായി മാറും, 1,300 ആയിട്ട് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ രണ്ടിലും എന്തായി മാറും, ഏണിങ്സ് രണ്ട് സെയിം ആവുന്നുണ്ട്. ബട്ട് ക്യാഷിൻ്റെ നമ്മൾ വാല്യൂ കൂടിയിട്ടുള്ളതാണ് വിൽക്കുന്നത്. വാല്യൂ കൂടിയിട്ടുള്ളത് നമ്മൾ വിറ്റിട്ട് വാല്യൂ കുറഞ്ഞതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ആർബിട്രേജ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് 2 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആർബിട്രേജ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ്. ഇതെന്തായാലും ഒന്ന് നോക്കി വെക്കുക. ഈ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ്.